ഇന്ന് നെത്തോലി തേങ്ങാപ്പാലൊഴിച്ച് കറി വെക്കാം. നെത്തോലി ഒരു ചെറിയ മീനല്ല. ജീവകങ്ങളുടെയും ധാതുക്കളുടെയും കലവറയാണ് നെത്തോലി. നമസ്കാരം. എല്ലാവർക്കും ഷൈനി വിഷിലേക്ക് സ്വാഗതം. നെത്തോലി കറി വെക്കാനായി 1/2 കിലോ നെത്തോലി എടുത്തിട്ടുണ്ട്. മീൻ കറി വെക്കാൻ എടുക്കുന്ന ചട്ടിയിലോട്ട് തന്നെ 2.5 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തത്, 5-6 ചെറിയുള്ളി കനം കുറച്ചരിഞ്ഞത്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 കപ്പ് കറിവേപ്പിലയും, പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കാം. 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടെ ഇപ്പോൾ വേണേൽ ചേർക്കാം. ഞാനിത് കടുക് താളിക്കുമ്പോൾ ഉലുവ ചേർക്കുന്നുള്ളൂ. ഇനി ഇതെല്ലാം കൂടെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഞെരടി യോജിപ്പിക്കാം. കൈ ചിലപ്പോൾ നീറും, അതുകൊണ്ട് മുളക് പൊടി ലാസ്റ്റ് ചേർത്താലും മതി. അഥവാ കൈ നീറുവാണെങ്കിൽ കൈ കഴുകിയതിന് ശേഷം പച്ചവെളിച്ചെണ്ണ തേച്ച് കഴിഞ്ഞാൽ കൈയുടെ നീറ്റിലൊക്കെ മാറിക്കിട്ടും. 1 മുറി തേങ്ങ തിരുമ്മി എടുത്തതാണിത്. കപ്പിന് 1 കപ്പുണ്ട്. കൈകൊണ്ട് പ്രസ് ചെയ്തെടുത്തതാണ്. ഇത് പിഴിഞ്ഞ തേങ്ങാപ്പാലെടുക്കാം. 1-ാം പാല് മാറ്റി വെക്കാം. എന്നിട്ട് ഇതിലോട്ട് 2-ാം പാലും 3-ാം പാലും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ തേങ്ങാപ്പാൽ ഇതിൽ നന്നായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പുളിക്ക് ആവശ്യത്തിനുള്ള കുടംപുളി കഴുകി വെള്ളത്തിലിട്ട് വെച്ചാണ് ഇതുകൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു വലിയ തക്കാളി നീളത്തിലരിഞ്ഞതും 2 പച്ചമുളക് നീളത്തിലരിഞ്ഞതുകൂടെ ചേർക്കാം. പിന്നെ ഈ അരപ്പിലേക്ക് വെട്ടി കഴുകി വെച്ചിരിക്കുന്ന നെത്തോലി ഇട്ട് കൊടുക്കാം. നെത്തോലി ഇട്ടതിന് ശേഷം ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ ചാറ് വേണമെന്നുണ്ടെങ്കിൽ 1 തേങ്ങയുടെ പാലെടുക്കേണ്ടി വരും. ഞാനിത് വറ്റിച്ചെടുക്കാൻ പോവുകയാണ്. ഇനി ഇത് അടച്ചു വെച്ച് ഇനി സ്റ്റൗ ഓൺ ചെയ്ത് തിളയ്ക്കുന്നത് വരെ ഹൈ ഫ്ലെയിമിലാക്കാം. ഇപ്പം മീൻ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി തവിയൊന്നും ഇടാതെ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. മൺചട്ടി ആയതുകൊണ്ട് മീൻ അടി പിടിച്ച് കരിയാതിരിക്കാൻ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം. നേരത്തെ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു, എന്നാലും മീനിട്ടതിന് ശേഷം കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കുകയാണ്. നന്നായി തിളച്ചു വന്നാൽ ലോ ടു മീഡിയം ഫ്ലെയിമിലാക്കി അടച്ചു വെച്ച് വേവിക്കാം. നെത്തോലിക്ക് വലിയ വേവൊന്നുമില്ല, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഒരു 10-20 മിനിറ്റ് ആകുമ്പോഴത്തേനും തേങ്ങയുടെ 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ അതനുസരിച്ച് തേങ്ങാപ്പാൽ ചേർത്താൽ മതി. ഇനി ഒന്നുകൂടെ ഒന്ന് ചുറ്റിച്ചിട്ട് ഒരു തിള വന്നാലുടൻ സ്റ്റൗ ഓഫ് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്ത് കഴിഞ്ഞാലും ചട്ടിയുടെ ചൂടിലിരുന്ന് പിന്നെയും തിളയ്ക്കുന്നുണ്ട്. ലാസ്റ്റിൽ ഒരു കറിവേപ്പിലയും കൂടി ഇട്ട് അടച്ചു വെക്കാം. പിന്നെ ഇതിൽ കടുക് താളിച്ചിടാം. നെത്തോലി ഹൃദയാരോഗ്യത്തിന് നല്ലതാ. ഇത് ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കുന്നു. ഇതിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ ഇ ശരീരത്തിന് ഉന്മേഷവും ഊർജവും നൽകുന്നു. നെത്തോലി ചർമ്മത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കാനും കാൽസ്യം കൂടുതൽ അടങ്ങിയിരിക്കുന്നതിനാൽ എല്ലിന്റെയും പല്ലിന്റെയും ആരോഗ്യത്തിനും കണ്ണിന്റെ ആരോഗ്യത്തിനും തടി കുറയ്ക്കാനും ഒക്കെ ഇത് സഹായിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക് യു.